വിശദമായ വാർത്തകളിലേക്ക്. മുൻ നേതാവ് വിനേഷിനെ മർദ്ദിച്ച കേസിൽ 3 ഡിവൈഎഫ്ഐ നേതാക്കളെ റിമാൻഡ് ചെയ്തു. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസ്, കൂനന്തറ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുർജിത്ത്, കിരൺ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. നാട്ടിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റാണ് വിനേഷ് എന്നും അദ്ദേഹത്തെ ആക്രമിച്ചത് ക്രിമിനലിസമാണ് എന്നും CPM നേതാവ് PK ശശി പറഞ്ഞു. ജംഷീറുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, എന്തിനാണ് ഈ മർദ്ദനം എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്താണ് പറയുന്നത്? ഡിവൈഎഫ്ഐ ഷൊർണൂർ സെക്രട്ടറി രാജേഷിനെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ വിനീഷ് കമന്റ് ഇട്ടിരുന്നു. ഈ കമന്റ് ഇട്ടതാണ് ഈ വൈരാഗ്യത്തിന് കാരണമെന്നാണ് പറയുന്നത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ രീതിയിലുള്ള ഒരു ആക്രമണം നേരിട്ടത്. ഡിവൈഎഫ്ഐയുടെ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസ്, കൂനത്തറ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുർജിത്ത്, കിരൺ എന്നിവരടങ്ങിയ സംഘം ആണ് ഈ ക്രൂരമായി ഇദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിനീഷിന് ക്രൂരമായ മർദ്ദനം, തലക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത്. അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 48 മണിക്കൂർ ശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ പ്രവർത്തകരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM-ഉം അതോടൊപ്പം തന്നെ PK ശശി ഉൾപ്പെടെയുള്ള CPM നേതാക്കളും രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ളൊരു അക്രമം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ക്രിമിനലിസത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതീവ രൂക്ഷമായ വിമർശനമാണ് PK ശശി ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM നേതൃത്വം ഇവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഇവർക്ക് ഈ പരിക്കാത്ത മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനൊപ്പമാണ് തങ്ങളുള്ളത് എന്നാണ് CPM നേതൃത്വം ഇപ്പോൾ പറയുന്നത്. അതേസമയം തന്നെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഒളിവിലാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ജംഷീർ കുടിഞ്ഞാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും.